രേഖ കണ്ണൂർ അഹല്യ സംഗീത കോളേജിലാണ് BA ചെയ്തത്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ MA മ്യൂസിക് കഴിഞ്ഞു. 18 years ആയിട്ട് മ്യൂസിക് സംഗീത രംഗത്തുണ്ട്. പ്രോഗ്രാംസുകൾ ചെയ്യുന്നു, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് എടുക്കുന്നു, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഈ 2024 ഫെഫ്ക അവാർഡ് അയച്ചിട്ടുള്ളത്. പേര് തന്നെ രേഖ കേട്ടോ. വിളിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും ഈ ഒരു ഒക്കേഷനിൽ കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തിയത്. വളരെയധികം സന്തോഷം. എൻ്റെ നാടാണ് കണ്ണൂർ. എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സൈനി ചേട്ടൻ ആണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ്സ് ഓഫ് ദും വളരെ റീസെൻ്റ്ലിയാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടാനിടയായത്. തുടർന്ന് ഇടയ്ക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ മ്യൂസീഷ്യൻ ആണെന്നുള്ള കാര്യം അദ്ദേഹം വളരെ റീസെൻ്റ് ആയിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക്സും മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആൽബങ്ങളും ഒക്കെ അയച്ചു കൊടുത്തു. എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഈ ഒരു സാന്നിധ്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധ്യത തിരുച്ചമ്പലത്തുള്ള സ്വന്തം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടുകാരാണ്. മെജോറിറ്റി എല്ലാവരും ഇവിടെ ഞങ്ങളുടെ കണ്ണൂരുകാരുണ്ടെന്ന് അറിയാം. വളരെയധികം സന്തോഷം. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക് ആ ഒരു പേര് തന്നെ വളരെ പ്രസക്തമാണ്. അത് ഹിറ്റാവുന്നത് വളരെ ഒന്നും പറയാനില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണ്. വിനോദ് സർ, ക്യാപ്റ്റൻ വിനോദ് സാറിനെ പരിചയമുണ്ട്, ഗൗതമിനെ പരിചയമുണ്ട്, എല്ലാവരും പരിചയമുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത്. വളരെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും മീറ്റ് ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. കൂടുതൽ എന്താ പറയാം, എന്തായാലും ഈ വർക്ക് നമ്മുടെ കണ്ണൂരിലെ ഭാഷ അല്ലേ, കണ്ണൂരിലെ ഒട്ടനവധി അത് എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു നാടാണ് കണ്ണൂർ. ബോംബ് അത് കണ്ണൂർ എന്ന് പറയുമ്പോൾ തെക്കോട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭീതി ജനിപ്പിക്കുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. കണ്ണൂരുകാരെ ഞങ്ങൾ വളരെയധികം ആതിഥേയത്വമുള്ളവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. നിങ്ങൾക്കത് കണ്ണൂർ വന്നാൽ ഫീൽ ചെയ്യും. നമ്മുടെ ആതിഥേയത്വം എങ്ങനെയാണ്, വെരി ഹെൽപ്പിംഗ് മൈൻഡഡ് പീപ്പിൾ ഇൻ ആൻഡ് അറൗണ്ട് എവ്രിവെയർ. കണ്ണൂരുകാരുടെ ഒരു സാന്നിധ്യം എല്ലാ ജില്ലകളിലും ലോകത്തെമ്പാടുണ്ട്. നിങ്ങൾക്ക് കണ്ണൂർ ഭാഷയിൽ നിന്നുള്ള ഒട്ടനവധി സിനിമകൾ ഹിറ്റായതിന്റെ ചരിത്രം തന്നെ നമുക്കുണ്ട് അല്ലേ. ആദ്യം എല്ലാവരും കളിയെത്തിക്കൊണ്ടിരുന്ന ഒരു ഭാഷയാണ് നമ്മുടെ കണ്ണൂരിന്റെ ഭാഷ. അത് ഒപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പല വാക്കുകളും വിലയെടുത്ത ചാടുക ഇങ്ങനെയുള്ളതൊക്കെ പലരും പറഞ്ഞ് പല ഈവൻ കോമഡി ഷോസിൽ പോലും വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ. ആ നാട്ടിന്റെ ഔന്നിത്യം ഞാൻ എടുത്ത് പറയും കണ്ണൂർ കാര്യം എന്ന നിലയിൽ. അതുപോലെ തന്നെ കണ്ണൂർ ജനിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് എല്ലാവിധ സക്സസ് ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അതിന്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ അതിന് ഐ അപ്രീഷിയേറ്റ് മിസ്റ്റർ സൈനു ചാവക്കാട് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൺ ദിസ് ഒക്കേഷൻ. വളരെയധികം സന്തോഷം. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമാക്കി തീർക്കട്ടെ. ക്യാപ്റ്റൻ വിനോദ് സാറും നമ്മുടെ തൃശ്ശൂരത്തെ സോമേട്ടനും എല്ലാം കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്. എല്ലാവരുടെയും ഒരു വലിയൊരു കൂട്ടായ്മ. എല്ലാവരുടെയും പേര് എനിക്കറിയില്ല. നല്ലൊരു ആശംസ. രണ്ടുപേരും പാട്ട് പാടണോ? കണ്ണൂരുള്ള പാട്ടോ? കണ്ണൂരുള്ള ഏതെങ്കിലും ആർക്കെങ്കിലും എനിക്ക് സജഷൻസ്? ഏതെങ്കിലും ഒരു പാട്ട്? ഏത് പാട്ട് പാടണ്ടേ? എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടണ്ടേ? ഇഷ്ടംപോലെ എനിക്കൊരു കാര്യം തിരുത്തി പറയണ്ടേ. ഇദ്ദേഹം പറഞ്ഞു ഉടുക്കല്ല ഇടയ്ക്കാണ്. ഇടയ്ക്കാനുള്ള വാദ്യമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഡിവൈൻ ഇൻസ്ട്രുമെന്റ് ആണ്. അത് മംഗളവാദ്യം കൂടിയാണ്. ഉടുക്ക് ഇതാണ്, അതിന്റെ കയ്യിലുള്ളതാണ് ഉടുക്ക്. മറ്റേത് ഇടയ്ക്കാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാനാണ്. Okay, and Gautam and all the crews is here. I'm so happy and I feel so blessed. ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്നു ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിലും. നമസ്കാരം. സിനിമ എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ട കാലഘട്ടത്തിൽ നിന്നും ഒരു വലിയ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ യക്ഷിയാണ്. ആക്ച്വലി ഞാനിന്ന് ഈ ഒരു പൂജയ്ക്ക് വരാൻ പ്ലാൻ ചെയ്തോ ആളല്ല, എന്നെ ക്ഷണിച്ച ആളല്ല. ആക്ച്വലി ഇന്ന് ഞാൻ എൻ്റെ ഞാൻ എഡിറ്റർ ദീപേട്ടൻ, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം കോട്ടയത്ത്. ഇന്ന് രാവിലെ ഓപ്പറേഷൻ ട്രയൽസിനെ ഫോളോ അപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മിനിഞ്ഞാന്ന് രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ. ഷൈജൻ ഞാൻ വെച്ചാൽ എന്താ ഗൗതം അത് തെറ്റിയെന്ന് ഞാൻ വെച്ചാൽ എന്താ എൻ്റെ പണത്തിൻ്റെ പൂജയാണ്. അങ്ങനെ ആണോ? അപ്പൊ ശരിക്കും എൻ്റെ ഉള്ളിൽ കാരണം ഷൈജനോട് ഞാൻ എൻ്റെ ഒരു പ്രൊജക്ട് ഷൈജനോട്
അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷനും പാഷനും ഒക്കെ അന്ന് ആ സിനിമയെ കുറിച്ചുള്ള സ്വപ്നവും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ എന്നാ ചേട്ടൻ്റെ പ്രൊജക്ട് തുടങ്ങുന്നത് എന്നൊക്കെ അത് കുറേ വർഷം മുമ്പാണ് അല്ലേ, ഒരു 2015. അപ്പൊ അന്നേ അദ്ദേഹം അതിന്റെ ഒരു പാഷനോട് നടക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, ഉള്ളിൽ തോന്നുന്നതാണ് ഇതിന് പോകണം. ചേട്ടാ ഞാൻ ഇന്നലെ ചേട്ടൻ്റെ ഇത് അയച്ചു തരണം കേട്ടോ, ഞാൻ ലൊക്കേഷനിൽ അറിയില്ല. പക്ഷെ എന്തോ നമ്മുടെ ഉള്ളിൽ തോന്നും, കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളൊരു വൈബാണ്, നമുക്ക് വേറെ എല്ലാം മാറ്റി വെക്കുന്ന ഒരു ഡ്രൈവാണ് അത്. ആ സിനിമയെ പാഷൻ ഉള്ളവർക്കറിയാം. വേറെ എന്തും പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണോ പാഷൻ. അപ്പൊ ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്വന്തത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു വർഷങ്ങളായിട്ട് പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ, ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന വേളയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെ എത്തിപ്പെട്ടാണ് ഞാൻ ഈ പൂജയിൽ. അപ്പം ഈ ഒരു ഇത് അയച്ചു നമ്മൾ 5:30 പോലീസ് സ്റ്റേഷൻ. അപ്പൊ എനിക്ക് അയച്ചു വൈകിട്ട് 5 മണിക്കാണല്ലേ, അപ്പൊ പ്രോഗ്രാം പൂജ 5 മണിക്കായി. അപ്പൊ പെട്ടെന്ന് നമ്മൾ 5 മണിക്കെന്ന് പറയുന്ന എനിക്ക് പൂജ. പിന്നെ അപ്പൊ ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു പേര് അല്ലേ, ശരിക്കും കേൾക്കുമ്പോൾ തന്നെ അതൊരു വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു പേര്. അപ്പൊ അതിൽ തന്നെ ഒരു പുതുമയുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ചേട്ടൻ്റെ ഈ ഒരു സംരംഭം ഈ ഒരു പ്രൊജക്ട് വലിയൊരു സക്സസ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ എത്രമാത്രം പാഷനേറ്റീവായി എവിടെയൊക്കെ നടന്നാൽ ഇതിന്റെ കോർ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സാണ്. ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ എത്രയോ പേര് നമുക്കറിയാം, ഡയറക്ടർമാരായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ നടക്കണം. പക്ഷെ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സാണ് അതിന്റെ പില്ലേഴ്സ്. അപ്പം ഇതിനു വേണ്ടി പ്രൊഡക്ഷനായി പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്ന ശരിക്കും എന്താണ് ക്യാപ്റ്റൻ വിനോദ് സാർ, എല്ലാവരും ആശംസകൾ. കാരണം നമ്മുടെ നേരത്തെ സാർ പറഞ്ഞ നമ്മുടെ അതിർത്തി കാത്തുകൊണ്ടിരുന്ന ആ ഒരു ലെവലിലുള്ള ആള് അത്രയും എന്താണ് നമുക്ക് വേണ്ടി നിഷ്കാമ കർമ്മം ചെയ്യുന്നവരെ പറയല്ലേ, അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ഒരുപാട് നന്ദി, ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസറായി വന്ന സോമൻ, അദ്ദേഹത്തിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. വലിയൊരു പടം വലിയൊരു ഹിറ്റാകട്ടെ എന്ന് എല്ലാവരും ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട്. വലിയ വിവാഹം സൃഷ്ടിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചു വരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സയ്യിദ് ഷാഹുൽ സാറും നമ്മുടെ ആ സിനിമയുടെ നിർമ്മാതാവ് വിനോദ് സാറിൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി. മലയാള സിനിമയുടെ ഭാഗ്യം തന്നെയാണ് മലയാള സിനിമയ്ക്ക് സ്ഥിരമായ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റൻ വിനോദ് സാർ. അദ്ദേഹം ഇനി അങ്ങോട്ട് ഒരുപാട് വലിയ വലിയ സിനിമകൾക്ക് സിനിമയ്ക്ക് ഒരു വലിയ സംഭവം മാറ്റി പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഈ സിനിമ 5:30 പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക് ഈ സിനിമയിൽ ഞാൻ കൊണ്ട് ഒരു ചെറിയ വേഷത്തിൽ, അതുകൊണ്ട് വളരെ മനോഹരമായ പേര്, വളരെ മനോഹരമായ സിനിമ. എല്ലാവരും ചിരിച്ച് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സംസാരിക്കില്ല. ഈ സിനിമയിൽ എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയ ആൾക്കാരും ഒരുപാട് നന്ദി. സിനിമ ഒരു വൻ വിജയമായി